അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മറ്റുള്ളവർ നമ്മളെ കാണുമെന്നുള്ളതാണ്. മറ്റുള്ളവർ കണ്ടാൽ അലുത്തു പോകുന്ന ഒരു ഞാനാണുള്ളത്. മറ്റുള്ളവർ കണ്ടാൽ ഞാൻ നശിച്ചു പോകും. അത്രയും ദുർബലമായിട്ടുള്ള ഒരു അവസ്ഥ മാത്രമേ രൂപം കൊണ്ടിട്ടുള്ളൂ. കാരണം കണ്ണിന് ഭയങ്കര അസാധ്യമായിട്ടുള്ള പവർ കണ്ണിനുണ്ട്. കണ്ണിനാണ് ഏറ്റവും കൂടുതൽ പവറുള്ളത്. മറ്റൊരാൾ സംസാരിക്കുന്ന വാക്കുകൾക്കൊന്നുമല്ല, കണ്ണിനാണ് പവർ. അപ്പോൾ ഈ കണ്ണിൻ്റെ ഭാഗത്താണ് നമ്മളുടെ കാര്യങ്ങളെല്ലാം നിശ്ചയിക്കപ്പെടുന്നത്. കണ്ണുകൊണ്ട് നമ്മൾ കാണുകയും കേൾക്കുന്ന ഭാഗത്തിനും ശ്വസിക്കുന്ന ഭാഗത്തിനൊന്നുമല്ല. നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണാണ്. കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും, നമ്മൾ കണ്ണ് നമുക്കുണ്ടെങ്കിലും, ഈ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളും നമ്മളുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ല എന്നുള്ള ഭാഗം ആരും നോക്കുന്നില്ല. കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഞാനിത് പൊരുത്തപ്പെട്ടതാണ് എന്ന് ആരും പരിശോധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് അതെ, അത് പരിശോധിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള ഭാഗം ആദ്യം ഉറപ്പുവരുത്തണമല്ല. എങ്ങനെയാണ് പരിശോധിക്കുന്നുള്ള ഭാഗം വരട്ടെ. ഇന്ന് പരിശോധിക്കുന്നുണ്ടോ ഇല്ല എന്നിങ്ങനെ പരിശോധിക്കുന്നില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? അതുകൊണ്ടാണ് നമുക്ക് രോഗങ്ങളും മദ്യവും മയക്കുമരുന്നും വിഷവും വിഷമിക്കേണ്ടിയൊക്കെ വരുന്നത്. ഇതെല്ലാം നമ്മൾ കണ്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമല്ലാത്ത കൊണ്ടാണ് നമുക്ക് അസ്വസ്ഥതയും രോഗവും മദ്യവും മയക്കുമരുന്നും ഇതെല്ലാം എടുക്കേണ്ടി വരുന്നത്. ആസക്തി, ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യുന്നു, പെണ്ണിനോട് ഭയങ്കര ഇഷ്ടം. എനിക്കെന്തിനാ ഒരു പെണ്ണിനോട് ഇഷ്ടം? കണ്ടിട്ടാണ് കാഴ്ച കൊണ്ട് ഞാനെന്തിനാ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടണം? എന്തിനാണ് കാഴ്ച കൊണ്ട് കണ്ട് ഞാൻ പെണ്ണിനെ ഇഷ്ടപ്പെട്ട് പിന്നെ അവളുടെ പുറകെ നടക്കുക? ഇതെല്ലാം കാരണം എന്താ? കാരണം എനിക്കിതെവിടെയാണ് പ്രായോഗികമായിട്ട് എൻ്റെ കാഴ്ച കൊണ്ട് എനിക്ക് എന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വിലയിരുത്താൻ പറ്റുന്നില്ല. എന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാലല്ലേ എൻ്റെ ജീവിതം. അപ്പോഴല്ലേ ഓക്കെ എനിക്ക് ഇന്ദ്രിയങ്ങളെല്ലാം എനിക്ക് എപ്രകാരമാണ് അനുകൂലമാകുന്നത്. ഇന്ദ്രിയങ്ങൾ അനുകൂലമായാലും എങ്ങനെ രോഗം ഉണ്ടാകുന്നു? എങ്ങനെ മനപ്രയാസം ഉണ്ടാകും? ഇന്ദ്രിയങ്ങളെ അനുകൂലമാക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇന്ദ്രിയങ്ങളെ ആർക്കും ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഇന്ദ്രിയങ്ങൾ ഒരുമാതിരി ഷട്ട് ഡൗൺ ആകുന്നതാണ് നമ്മൾ ഉറങ്ങുമ്പോൾ. അതുകൊണ്ടാണ് ആശ്വാസത്തിൽ എഴുന്നേറ്റ് വരുന്നത്. എഴുന്നേറ്റ് വന്നിട്ടും പിന്നെയും ഈ ചപ്പ് ചവറ് വാരിയിടുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഇതാണ് ചെയ്യുന്നത്. ഇന്ദ്രിയങ്ങൾ മുഖേന നമുക്ക് വേണ്ടാത്ത സർവ്വ ചപ്പും ചവറും നമ്മളിലോട്ട് കൊണ്ടുവരും. അപ്പം നമ്മളുടെ ഇന്ദ്രിയങ്ങൾ നമുക്ക് തന്നെ പ്രതികൂലമായി. എന്താ അതിൻ്റെ കാരണം? എന്താ അതിൻ്റെ കാരണം? എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, ഇതാണ് ഇതിൻ്റെ പ്രശ്നത്തിൻ്റെ ആരംഭം. എൻ്റെ അമ്മ എൻ്റേതാണ്. ഈ തോന്നലിൽ നിന്നാണ് ഇതെല്ലാം വഷളായത്. അപ്പം ഇന്ദ്രിയങ്ങളെല്ലാം എൻ്റെ അമ്മയെ നോക്കണം. എന്നെ കാണാനുള്ള ഇന്ദ്രിയങ്ങളുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയാണ് കാണുന്നത്. അതോടുകൂടി എനിക്ക് അനുകൂലമായിട്ടുള്ളത് പ്രതികൂലമായി എൻ്റേത്. ഈ ഒരൊറ്റ കാരണത്താലാണ് മനുഷ്യർ ദുരന്തം അനുഭവിക്കുന്നത്. എൻ്റേതെന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് ദുരന്തം അനുഭവിക്കുന്നത്. ഇനി എൻ്റേതല്ലാണ്ടാക്കാൻ എന്ത് ചെയ്യണം? ഞാൻ എൻ്റേതാണ്. ഞാൻ എൻ്റേതായാൽ മതി. ഞാൻ എൻ്റേതാണ്. ഞാൻ എൻ്റേതല്ല. ഞാൻ അവിടെ എൻ്റേതാണെന്ന് ഉറപ്പിച്ചു വെച്ചിട്ട് എൻ്റേതല്ലാത്തത് എൻ്റേതാക്കാൻ കിടന്ന് കഷ്ടപ്പെടുക. ഞാൻ എൻ്റേതാണ്, അത് ഉറപ്പിച്ചു വെച്ചിരിക്കുക. എന്നാൽ അത് ഉറപ്പ് മറ്റേ കുറിപ്പിൻ്റെ ഉറപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റേതാണ്, അത് കുറിപ്പിൻ്റെ ഉറപ്പാണ്. പക്ഷെ മറ്റേത് ഉറപ്പില്ലാത്തതുകൊണ്ട് അത് സ്വന്തം അതിനെ ശ്രദ്ധിക്കുന്നില്ല. എന്നിട്ട് എൻ്റേതല്ലാത്തതിനെ എൻ്റേതാക്കാൻ ഉള്ള ശ്രമങ്ങളാണ്.
പുസ്തകങ്ങൾ കുറേ വാങ്ങി കൂട്ടും ഷെൽഫിൽ ഇങ്ങനെ വെക്കാൻ. അലങ്കാരത്തിൽ. അതേസമയം നമ്മൾ വേറൊരാളത്ത് ഇപ്പം നിങ്ങളടുത്തൊരു വാല്യൂബിളായ പുസ്തകം കണ്ടാൽ വായിച്ചിട്ട് 2 ദിവസം കൊണ്ട് തരാമെന്ന് പറഞ്ഞാൽ അത് വേഗം വായിച്ച് തീർക്കും. മറ്റേത് എന്റേതാണ്, ഷെൽഫിലവിടെ കിടക്കും, കൊടുക്കണ്ട നിങ്ങൾ വായിക്കത്തുമില്ല. അതെ. ഇതാണ് ഞാൻ എന്ന് പറയുന്ന അവസ്ഥ എല്ലാവരും അവഗണിക്കുന്നത്. എന്നിട്ട് മറ്റുള്ളവർ എനിക്ക് വേണ്ടിയിട്ട് അനുകൂലമായിട്ടുള്ള അവസ്ഥകളെല്ലാം ഉണ്ടാക്കി തരികയും വേണം. മറ്റുള്ളവരെല്ലാവരും എനിക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകും. ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ നടക്കിടക്ക് പറയും മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തി കറക്റ്റല്ലാത്ത പറഞ്ഞു. കാരണം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാതെ മറ്റുള്ളവർ എനിക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് നടക്കാതെ പോകുമ്പോൾ ഉള്ള ദുഃഖവും വിഷമവും എല്ലാം കണ്ടിട്ടും ഞാൻ അനങ്ങത്തില്ല. ഞാൻ എന്നിൽ ചലിക്കത്തില്ല. ഞാൻ എന്നിലാണ്. അത് എന്നെ ചലിപ്പിക്കേണ്ടത് ഞാൻ തന്നെ. എന്നെ ഞാൻ ചലിപ്പിക്കുമ്പോൾ എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം എനിക്ക് അനുകൂലമാവും. ഞാൻ എന്നെ ചലിച്ചാലല്ലേ, ഞാൻ പ്രവർത്തിച്ചാലല്ലേ എൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് എനിക്ക് ഗുണകരമാകത്തുള്ളൂ. ഇത് മറ്റുള്ളവരുടെ പ്രവർത്തനമാണ് ഞാൻ കാണുന്നുള്ളൂ. അവരുടെ പ്രവർത്തനം കൊണ്ട് എനിക്ക് ഗുണം കിട്ടുമെന്നുള്ള ഭാഗത്താണ്. ഇതാണ് നരകം. ഞാൻ തന്നെ ചലിച്ച് ചെയ്യുമ്പോൾ സ്വർഗമായി. ഞാൻ തന്നെ എൻ്റെ ആവശ്യങ്ങൾ. അതെ. പക്ഷെ ആ സ്വർഗത്തിൽ നമുക്ക് വേണ്ട ടൂൾസുകളൊന്നും ഉണ്ടാവില്ലല്ലോ. സ്വർഗത്തിൽ അത്യാവശ്യം വേണ്ട കുറച്ച് ടൂൾസുകൾ നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് ആ സ്വർഗം, അതായത് നമ്മൾ എത്തിപ്പെടാൻ പറ്റാത്ത സ്വർഗം, നമ്മൾക്ക് എത്തിപ്പെടാവുന്ന സ്വർഗം ഉണ്ടല്ല. ചെറുക്കനാണ് ഇച്ചിരി അഡ്വാൻസ്ഡ് ആണ് കേട്ടോ. ഇച്ചിരി അഡ്വാൻസ്ഡിലോട്ട് പോവുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ സ്വർഗമുണ്ടോ? നമ്മളിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ സ്വർഗമുണ്ടോ നരകമുണ്ടോ? ഇപ്പം നരകത്തിലിരിക്കുന്നവരോടാണ് പലരും കൊടുക്കുന്ന വാഗ്ദാന സ്വർഗം. ആ വാഗ്ദാന സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തേക്കും ഈ പറയുന്ന ടൂൾസ് ഒന്നും അവിടെ ഉണ്ടാകത്തില്ല, അവിടെ അതായിട്ട് പോകത്തില്ല. കാരണം മരിച്ചതിന് ശേഷം സുന്ദരിയായ പെണ്ണിനെ കിട്ടിയിട്ട്, ശരീരമില്ലാത്തവന് സുന്ദരിയായ പെണ്ണിനെ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അതാണ് സുഹൃത്തിൻ്റെ ശ്രദ്ധ. അവിടെ ടൂൾസ് ഒന്നും ഉണ്ടാകില്ല. അത് കറക്റ്റാണ്. ആളിച്ചിരി ഉള്ളെങ്കിലും താല്പര്യം 110 KB. അപ്പോൾ നമ്മളെന്ന് പറയുകയും ചെയ്യും. പക്ഷെ നമ്മളെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇത് പിടുത്തവുമില്ല. നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ സ്വർഗത്തിലെ ടൂൾസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ നമുക്ക് കത്തി. കാരണം നമ്മളായിട്ടിരിക്കുക. അല്ലെങ്കിൽ അവിടെ അത് വകവെക്കത്തില്ല. നമ്മളെന്ന് പറഞ്ഞ അവസ്ഥയിൽ ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് സ്വർഗത്തിലെ ടൂൾസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓക്കെ, ഇത് ഇന്നത് കൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. അപ്പോൾ അവിടെ അത് പെർഫെക്റ്റാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ കയറി പറഞ്ഞെന്ന് പറയും, പിടിക്കുക. കാരണം നമ്മളെന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ ആരും ഇടയിൽ കയറുന്നില്ല. കാരണം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയണം. അതാണ് നമ്മളെന്ന് പറയുന്നത്. അയാൾ മറ്റൊരാളെ സംസാരിക്കാൻ അനുവദിക്കാത്തതല്ല. അയാൾക്ക് സംസാരിക്കാൻ തോന്നുമ്പോൾ അയാൾ പറയണം. അതിന് ഇത് നിർത്തിയിട്ട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇത് നിർത്തത്തില്ല. ഇതിടെ പറയുമ്പോൾ ഇതിൻ്റെ ഒപ്പം ആകണത്. അപ്പം നാച്ചുറലി അതും വരികണം. അങ്ങനെയാണ് നമ്മൾ സഹകരിക്കുന്നത്. ഈ സമൂഹത്തെ ഭയപ്പെടുമ്പോൾ, സമൂഹത്തിൽ ആയിരിക്കുമ്പോൾ വ്യക്തിയിൽ ഞാനില്ലാത്തതാണ് സമൂഹം. ഞാൻ ഒന്നും ചെയ്യാത്തപ്പോൾ അവിടെ മറ്റുള്ളവർ ചെയ്തിട്ട് കിട്ടുന്ന അനുഭവത്തിൻ്റെ ഭാഗത്താണ് സാമൂഹികമായിട്ടുള്ള എല്ലാ പ്രതിബദ്ധതയും. അപ്പം ഞാൻ ആക്റ്റീവ് ആകുമ്പോൾ സമൂഹത്തെ ഭയപ്പെടുന്ന ഭാഗം മാറി. ഞാൻ ആക്റ്റീവായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ എൻ്റെ കാര്യങ്ങൾ എനിക്കല്ലാണ്ട് മറ്റുള്ളവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? സമൂഹത്തിലാകുമ്പോൾ എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുഴുവൻ മറ്റുള്ളവരാണ്. അതുകൊണ്ട് എല്ലാം രഹസ്യത്തിലാണ്. എൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഞാനെന്ത് ചെയ്യും? എൻ്റെ പുറത്ത് മറ്റേ കേക്കിന് ഐസിങ് ചെയ്യണ പോലെ പുതിയ ആളെ ഞാൻ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരണം. ശരിയായിട്ടുള്ള ഞാൻ ആരും
ഒക്കത്തില്ല. ഈ അപരിചിതമായിട്ടുള്ള അവസ്ഥയെ പരിചയപ്പെടുത്താനാണ് നമ്മുടെ എല്ലാ ശ്രമങ്ങളും. അതായത് നമ്മൾ വൈറ്റ് വാഷ് ചെയ്യുന്ന ഒരു ആളെയാണ് എല്ലാവരും കൊണ്ടുനടന്ന് എല്ലാവരുടെയും മുമ്പിലും പ്രദർശിപ്പിക്കുന്നത്. കാരണം ഞാൻ എന്നിലൊന്നും ചെയ്യുന്നില്ല, മറ്റുള്ളവർ ചെയ്തു തരുന്ന കാര്യങ്ങൾ അല്ല, മറ്റുള്ളവർ ചെയ്തു തരുന്ന കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഗുണകരമാകുന്നത്. അപ്പം ഞാനെന്ത് ചെയ്യും? ഞാനെ കൊണ്ടൊരു കാശിനും കൂടിയല്ല. ഞാനിരുന്ന് തന്നെത്താൻ പേഴ്സണൽ ഡിസോർഡർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും മാനസിക രോഗിയായിട്ട് മാറും. അത് ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാനൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് മാനസിക രോഗിയാകുന്നത്. നാർസിസ്റ്റ്, പേഴ്സണാലിറ്റി ഡിസോർഡർ, ബൈപോളർ ഡിസോർഡർ, ഇങ്ങനെ ഡിസോർഡറുകൾ ഇങ്ങനെ കിടക്കുകയാണ്, ഒരുപാട് കിടക്കുക. കാരണം ഞാനൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് മനപ്രയാസവും ദുഃഖവും എല്ലാം ഉണ്ടാകുന്നത്. ഞാൻ എന്നിൽ സജീവമാകുമ്പോൾ അവിടെ മനപ്രയാസം ഉണ്ടാകത്തില്ല, ഭ്രാന്ത് ഉണ്ടാകത്തില്ല. എല്ലാവരുമായിട്ട് സഹകരിക്കുന്ന ഭാവം വൃത്തിയായിട്ട് സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാണ്ടാവും, ആവശ്യമില്ല. ഈ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ ഞാൻ സജീവമാകാത്തതുകൊണ്ടാണ്. മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് പറയുന്നത് ഞാനൊന്നും ചെയ്യാത്തതുകൊണ്ടാണ്. മറ്റുള്ളവരെന്ത് വിചാരിക്കും, അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെടണം. ഞാൻ കഷ്ടപ്പെടുകയും പക്ഷേ എനിക്ക് എന്നിലൊന്നും ചെയ്യാനില്ല. മറ്റുള്ളവരാണ് എൻ്റെ കാര്യങ്ങൾ മുഴുവനും തീരുമാനിക്കുന്നത്. ഇത് സമൂഹത്തിൻ്റെ ഒരു വലിയൊരു മാറാ ദുരന്തമാണ്. സമൂഹമാണ് പ്രശ്നം. ഇപ്പോഴും നമ്മുടെ വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. വി ഡി സതീശൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് അവിടെ യാതൊരു സ്ഥാനമില്ല. ഇല്ല, ഉണ്ടാകത്തില്ല, ഒരിക്കലും ഉണ്ടാകാൻ പോകില്ല. കാരണം എന്താ? വി ഡി സതീശന് രൂപം കൊടുക്കുന്നത് സമൂഹമാണ്. ഇപ്പം നമ്മൾ ഇറങ്ങിപ്പോയ പിണറായി വിജയൻ്റെ വ്യക്തി എന്ന് പറയുന്ന ഭാഗമില്ല. കാരണം സമൂഹം നിശ്ചയിക്കപ്പെട്ട കുറേ കാര്യങ്ങളാണ് പിണറായി വിജയൻ ചെയ്തത്. അത്രേ നടക്കത്തുള്ളൂ. സമൂഹത്തിന് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ വ്യക്തി സ്വാതന്ത്ര്യം തീർന്നു. പിന്നെ ചരടുകൾ വലിക്കുന്ന എവിടെയൊക്കെയാണ്, ആരൊക്കെയാണ്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് ഈ കൂട്ടർ പ്രവർത്തിക്കുന്നത്. അവരിലേക്ക് വ്യക്തി സ്വാതന്ത്ര്യമില്ല. തന്നെത്താൻ തീരുമാനമെടുക്കാനുള്ള, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗത്ത് തീരുമാനമെടുക്കാനുള്ള യാതൊരു റൈറ്റ് ഇവർക്കാർക്ക് ഒരിക്കലും ഉണ്ടാകാൻ പോകില്ല. ഇപ്പോൾ വി ഡി സതീശനുമായിട്ട് നമുക്ക് ഇരുന്നൊരു പേഴ്സണൽ ടോക്ക് ഒരിക്കലും സാധ്യമാകത്തില്ല, നടക്കത്തില്ല, ജന്മത്തിൽ നടക്കത്തില്ല. അങ്ങനെ അവർ സമൂഹത്തിൻ്റെ കാലാണ്. അത് സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. അതായത് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിവില്ലാത്തവരുടെ നിയന്ത്രണത്തിലാണ്. അതാണ് സമൂഹം. തന്നെത്താൻ അവനവൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കാൻ കഴിവില്ലാത്തവർ, സ്വന്തം കാര്യം. നമസ്കാരം. ആ പുള്ളിക്ക് സമാനം കേട്ടോ. ഓക്കെ. അപ്പം സ്വന്തം കാര്യം നോക്കാൻ കെൽപ്പില്ലാത്തവരുടെ ഭാഗത്തോട്ട് നമ്മൾ എത്തുമ്പോൾ പിന്നെ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ നോക്കാൻ പറ്റുക? ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. എപ്പോഴും അത് നോക്കിക്കൊള്ളുക. ഇങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കൊന്നും അവരുടെ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകത്തില്ല. രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാത്രമല്ല, എല്ലാ തൊഴിൽ മേഖലയിലും എല്ലായിടത്തും നമ്മൾ സമൂഹത്തിൽ കാണുന്ന എല്ലാ ആൾക്കാരിലും ഒരിക്കലും വ്യക്തിബോധം എന്ന് പറഞ്ഞ സാധനമില്ല. എന്നുമില്ല. കുടുംബജീവിതം, ഭാര്യയാണ്, ഭർത്താവാണ്, എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കും. എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കും. സ്വാർത്ഥത അല്ലെങ്കിൽ ഇപ്പോൾ സ്വാർത്ഥനാണെന്ന് പറയും. സ്വാർത്ഥനാണെങ്കിൽ എന്താ കുഴപ്പമില്ല, അവനെൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുകയല്ലേ. ഇത് സ്വാർത്ഥത പോലും ഇല്ല. സ്വന്തം കാര്യം നോക്കണ്ടേ? സ്വന്തം കാര്യം നോക്കിയാൽ എന്താ കുഴപ്പമെന്താണ്? സ്വന്തം കാര്യം അന്തസ്സായിട്ട് നോക്കണം. അതിന് അഴിമതി ആരെങ്കിലും കൊണ്ടുവരത്തില്ല. പക്ഷേ സ്വന്തം കാര്യം എന്താണെന്ന് പോലും അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ ഗതികേട്. സ്വന്തം കാര്യം എന്താണെന്ന് പോലും അറിയത്തില്ല. എൻ്റെ കാര്യം ഞാനിങ്ങനെയാണ്, എനിക്ക് പൊക്കമില്ല, എൻ്റെ നിറം ഇങ്ങനത്തെയാണ്, അതുകൊണ്ട് എന്താ ഞാനിങ്ങനെയാണെന്നേ. ഞാൻ എങ്ങനെ ഇരിക്കുന്നുള്ളത് മറ്റുള്ളവരല്ല വർണ്ണിക്കുന്നത്. അത് മറ്റുള്ളവർക്ക് വർണ്ണിക്കാൻ പറ്റാത്തതാണ് ഞാൻ.
മറ്റുള്ളവർ വർണ്ണിക്കുമ്പോൾ, ഞാൻ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ കേട്ടിട്ട് ഓ താൻ ഇത്തരക്കാരനാണല്ലേ, അത് നമ്മളെടുക്കുന്നില്ല, എടുക്കരുതും. കാരണം ഞാൻ ഇത്തരക്കാരനാണെന്ന് എനിക്കറിയാം. ഞാൻ അറിയാത്ത ഒരാളെ മറ്റുള്ളവർക്ക് ആർക്കും അറിയാനില്ല. ഞാൻ അറിയാത്ത ഒരാളെ മറ്റുള്ളവർ അറിയണമെങ്കിൽ ഞാൻ അറിഞ്ഞ ആളെ മറ്റുള്ളവർ അറിഞ്ഞിട്ട് എന്തിനാണ്? അവർ നിശ്ചയിക്കേണ്ട കാര്യമില്ല. ഈ സ്വാർത്ഥത വേണമെന്ന് സാറ് ഉദ്ദേശിക്കുന്നത്? 100%. നിങ്ങൾക്ക് നിങ്ങളെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെ നോക്കാൻ പിന്നെ ആര് നിങ്ങളെ നോക്കും? നിങ്ങളെ ഞാൻ നോക്കിയിട്ട് എന്ത് ചെയ്യുക? അതാണ് സമൂഹം മറ്റുള്ളവരെ നോക്കി നടക്കുന്നതാണ്. അതിനാണ് നരകം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഭ്രാന്തുണ്ടാകുന്നത്. ഭ്രാന്തുണ്ടാകാനുള്ള കാരണം എന്താണ്? അവനവൻ്റെ കാര്യം നോക്കി നടക്കാൻ പറ്റാത്തപ്പോൾ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി നടക്കുമ്പോൾ, എന്നെ മറ്റുള്ളവർ നോക്കിക്കൊള്ളുമെന്ന് ധരിക്കുമ്പോൾ, മറ്റുള്ളവർ ചൊവ്വേ നേരെ നോക്കാണ്ട് വരുമ്പോൾ എനിക്ക് മനപ്രയാസം ദുഃഖം ഉണ്ടാകില്ല. ഉണ്ടാകും. സ്വാർത്ഥനാണോ നീ? നല്ല സ്വാർത്ഥനാണ്. നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കാൻ തുടങ്ങുമ്പോൾ അവിടെയാണ് നിങ്ങളൊക്കെ. നിങ്ങളിപ്പോൾ മാങ്ങയും ആപ്പിളും ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ സ്വാർത്ഥതയും. കാരണം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥാനം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമിടുന്നു. ആ മനസ്സിലായി. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥാനം കിട്ടണമെങ്കിൽ നിങ്ങൾ പട്ടിക്ക് ചോറ് വരെ കിട്ടുള്ളൂ. അതെ, അത് തന്നെ. കുറയ്ക്കുന്ന പട്ടിക്ക് ചോറുള്ളൂ, കുറയ്ക്കാത്ത പട്ടിക്ക് ആരെ ചോറ് കൊടുക്കും? അതെ. പിന്നെ അതിന് ലക്ഷങ്ങൾ വില ഉണ്ടാവണം. പിന്നെ പട്ടിക്ക് കുറച്ചില്ലെങ്കിൽ വാല്യൂ ഉണ്ടാവണം. അതെ, വാല്യൂ ഉണ്ടാവും. അപ്പം നിങ്ങളുടെ സ്വാർത്ഥതയാണ് നിങ്ങൾ ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. എൻ്റെ സ്വാർത്ഥതയാണ് ഞാനിതൊക്കെ ഇങ്ങോട്ട് അടുപ്പിച്ച് വെച്ചത്. മനസ്സിലായി? ആണ് ഓക്കെ, എല്ലാം ഇങ്ങോട്ട് അടുപ്പിച്ച് വെക്കുക. തൂമ്പയാ അല്ല എനിക്ക് വേണ്ടത്. കിട്ടിയപ്പോൾ അതിനെ മാനിക്കണം. ഞാൻ നമസ്കാരം, കൊള്ളാം കേട്ടാ, സന്തോഷം, എന്താണ് കിട്ടിയേ അല്ല. എൻ്റെ സ്വാർത്ഥതയാണ്. എൻ്റെ സ്വാർത്ഥതയെ ഞാൻ എന്തിനാണ് മറച്ചു വെക്കുന്നത്? അങ്ങനെ എനിക്ക് അർഹതപ്പെട്ടതാണ് കിട്ടിയത്. കാരണം നിങ്ങൾ എൻ്റെ അടുത്ത് സഹകരിച്ചാൽ നിങ്ങൾക്കെന്തോ ഗുണമുണ്ടാകും. സ്വാർത്ഥതയല്ലേ? അതെ, നിങ്ങൾക്ക് ഗുണമുണ്ടാകുമ്പോൾ എനിക്ക് ഗുണമുണ്ടാകും. ഞാനൊന്നും അങ്ങോട്ട് തരുന്നില്ലെന്നുള്ളതല്ല, ഞാൻ തരുന്നുണ്ട്. ഞാൻ തരുന്നത് പൊതിയിലല്ലെന്ന് മാത്രം. നിങ്ങൾ പൊതിഞ്ഞ് തരുമ്പോൾ ഞാൻ പൊതിയാതെ തരുന്നു. ഇതാണ് വ്യത്യാസം. അല്ലെങ്കിൽ വല്ലതും ചെയ്യുക. ഇപ്പൊ ഇങ്ങനെ തന്നെയുള്ളൂ. ഒരു അച്ഛൻ ഒരു മകനെ വളർത്തുമ്പോ നാളത്തേക്ക് അതൊരു ബെനിഫിറ്റ് ആകുമെന്ന് വിചാരിച്ചിട്ടുള്ള അച്ഛനും മകനെ തിന്നാൻ കൊടുക്കുന്നത്. ആ, അങ്ങനെ ബെനിഫിറ്റ് ആകാണ്ട് വരുന്നത് കൊണ്ടാണ് അവിടെ പ്രശ്നങ്ങളാകുന്നത്. ബെനിഫിറ്റ് വരണമെന്ന് കൃത്യമാണ്. അവിടെ സ്പോട്ടിൽ ക്ലിയർ ആയിരിക്കണം. നാളെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇതിപ്പോൾ തന്നെ കിട്ടി, ഇത് നാളത്തേക്ക് വെക്കുന്നില്ല. അത് മറ്റേതൊരു ലോങ് ഒരു മകൻ എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ പ്രശ്നമാക്കുന്നത്. നമുക്ക് ഷോർട്ട് ടേം മതി. തിരിച്ചു കൊണ്ടുപോകണമെന്ന് എങ്ങനെ തോന്നിപ്പോയാല എപ്പോഴും മനസ്സ് മാറാല്ല. മനസ്സിലായി? അപ്പം നമ്മൾ അപ്പോഴപ്പോൾ നടക്കേണ്ട കാര്യങ്ങൾ ഈ ലോങ് ടേം ആകുമ്പോൾ ഭയങ്കര പ്രശ്നമാകും. ഭാരവും. നമ്മൾ അപ്പോൾ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റായി ഒരു ബുദ്ധിമുട്ടില്ല. നമുക്കൊരു ബുദ്ധിമുട്ട് എങ്ങും ഉണ്ടാകും. ഒരു നുണയും പറയേണ്ട, കള്ളത്തരവും കാണിക്കേണ്ട. കാരണം അപ്പം നുണ പറയണത് എന്തിനാണ്? ലോങ് ടേമിനാണ്. ലോങ് ടേമിനാണ് നുണ പറയുന്നത്. ഇപ്പം വീഡിയോ സതീശൻ പറഞ്ഞ സ്ത്രീകൾക്കെല്ലാം ട്രാൻസ്പോർട്ട് ബസ്സിൽ സൗജന്യം. ഇനി ഇതെങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകണമെന്നുള്ള ഭാഗം കാണണം. സ്ത്രീകൾക്കെല്ലാം ട്രാൻസ്പോർട്ട് ബസ്സിൽ സൗജന്യമാണെങ്കിൽ പ്രൈവറ്റ് ബസ്സുകാർ എന്ത് ചെയ്യും? പ്രൈവറ്റ് ബസ്സുകാരിൽ പെണ്ണുങ്ങൾ കയറത്തില്ലല്ലോ, എല്ലാം നേരെ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറും. ട്രാൻസ്പോർട്ട് ബസ്സിൽ മുഴുവനും പെണ്ണുങ്ങൾ കയറി കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് കയറാൻ ഇടമുണ്ടാകില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് ബസ്സുകാർക്ക് ലാഭമാണ്. കാരണം ആണുങ്ങളെല്ലാം പ്രൈവറ്റ് ബസ്സിൽ കയറും. അവർ സമരം ചെയ്യാൻ പോകണ്ട, അവരൊരു സമരത്തിനും പോകണ്ട. കാരണം പെണ്ണുങ്ങളെല്ലാം ട്രാൻസ്പോർട്ട് ബസ് വഹിക്കും. പ്രൈവറ്റ് ബസ്സുകാർക്ക് ടിക്കറ്റ് എടുത്തുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. ആൾക്കാർ നിറച്ചുണ്ടാവും. കാരണം ട്രാൻസ്പോർട്ട് ബസ്സിനെ കൊണ്ട് യാതൊരു ശല്യവും പ്രൈവറ്റ് ബസ്സുകാർക്കില്ല. അപ്പം വി.ഡി. സതീശൻ പ്രൈവറ്റ് ബസ്സുകാർക്ക് വേണ്ടിയിട്ട് ഒരു ഒത്താശ ചെയ്തതാണ് അല്ലേ? ശരിയല്ലേ? പ്രൈവറ്റ് ബസ്സുകാർക്ക് വേണ്ടിയിട്ട് വി.ഡി. സതീശൻ ചെയ്ത ഒരു ആനുകൂല്യമാണ്. അങ്ങനെയാണ് കണ്ടത് അല്ലേ? കാരണം സ്ത്രീകളെല്ലാം നേരെ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറാൻ സ്ഥലം ഉണ്ടാവുക.
അവിടെ എല്ലാ സ്ത്രീകളും ട്രാൻസ്പോർട്ട് ബസ്സിലോട്ട് പോകും. കാരണം അവർക്ക് ഫ്രീ അല്ലേ, ഫ്രീ ആയിട്ട് അവർ കയറട്ടെ. ആണുങ്ങളെല്ലാം നേരെ പ്രൈവറ്റ് ബസ്സിലോട്ട് പോകും. അപ്പോൾ പ്രൈവറ്റ് ബസ്സുകാർക്ക് ലാഭമായി, ഖജനാവിലെ കാശ് അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. കാരണം ബസ് ഓടണവർക്ക് ശമ്പളമൊക്കെ കൊടുക്കണം. അവിടെ വരുമാനം ഇല്ലെന്നുള്ള ഭാഗം കൊണ്ട് ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ബസ്സിൻ്റെ എണ്ണം കുറക്കേണ്ടി വരും, ബസ്സിൻ്റെ എണ്ണം കൂട്ടേണ്ടി വരും. കാരണം പെണ്ണുങ്ങളെല്ലാം അങ്ങോട്ട് പോകുമ്പോൾ ട്രാൻസ്പോർട്ട് ബസ് ഇത്ര ഓടിയാൽ തികയത്തില്ല. മറ്റേത് പ്രൈവറ്റ് ബസ്സിലോട്ട് വീതം വെച്ച് പോകുകയായിരുന്നു. ഇപ്പോൾ എല്ലാം കൂടി ട്രാൻസ്പോർട്ട് ബസ്സിലോട്ട് കയറും. ഇത് നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടൊരു ആംഗിളിൽ നമ്മൾ കണ്ട ഒരുപാട് ആംഗിളിൽ കാര്യങ്ങൾ കാണാം, ഒരുപാട്. ഇനി അങ്ങനെ അല്ലെങ്കിൽ വി.ഡി. സതീശൻ പ്രൈവറ്റ് ബസ്സുകാർക്കും അതിൻ്റെ സബ്സിഡി കൊടുക്കണം. സ്ത്രീകളെ നിങ്ങൾ കയറ്റിക്കോ, സൗജന്യം, ഗവൺമെൻറ് അതിൻ്റെ പൈസ തരും. അപ്പം പ്രശ്നമില്ല. പ്രൈവറ്റ് ബസ്സിനും സൗജന്യം. എത്ര സ്ത്രീകൾ കയറ്റി അതിൻ്റെ ടിക്കറ്റ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇച്ചിരി ഇരട്ടി ചിലവാണ്. മനസ്സിലായോ? ആ ഇരട്ടി ചിലവാണ്, നൂലാമലയാണ്. കാരണം നമ്മൾ ഈ വിഭാഗീയത കൊണ്ടുവരുമ്പോൾ പ്രശ്നമാണ്. ഇത് വൻ പണിയാണ് വി.ഡി. സതീശൻ ഉണ്ടാക്കി വെച്ചത്, ഒരു സംശയം വേണ്ട. ഇനി അതിന് എങ്ങനെയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും ശാശ്വതമാകത്തില്ല. കാരണം വിഭാഗീയതയാണ്. സ്ത്രീകൾക്ക് പരിഗണന, സ്ത്രീകൾക്ക് പരിഗണന ഗവൺമെൻറ് കൊടുക്കുന്നു. ആ തെറ്റല്ലേ? സ്ത്രീകൾക്ക് പരിഗണന ഗവൺമെൻറ് കൊടുക്കുന്നതിന്, കുട്ടികൾക്ക് പരിഗണന ഗവൺമെൻറ് കൊടുക്കണ്ട ആവശ്യമില്ല. കുട്ടികൾക്കും സ്ത്രീകൾക്കും പരിഗണന ആരും കൊടുക്കണ്ട. കാരണം അവർക്കുള്ള പരിഗണന അവിടെ ഉള്ളതാണ്. സ്ത്രീ ആയിരിക്കുന്നത് കൊണ്ട് കിട്ടേണ്ടത് കിട്ടുന്നുണ്ട്. ഈ സ്ത്രീ ആയിരിക്കുന്നതുകൊണ്ട് സർക്കാർ ഒരു പരിഗണന കൊടുക്കുമ്പോൾ സ്ത്രീ എന്ന് പറയുന്ന സവിശേഷതയെ ആരും അംഗീകരിച്ചിട്ടില്ലെന്നുള്ള ഭാഗമാണ്. സ്ത്രീ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നുള്ളൂ, അല്ലേ? പുരുഷനായിരിക്കുന്നത് കൊണ്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. സ്ത്രീ ആയിരിക്കുന്നത് കൊണ്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഒരു കുട്ടിയായിട്ടിരിക്കുന്നത് കൊണ്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് ആർക്കും അറിയാൻ പാടില്ല. ഗതികേടിൻ്റെ അങ്ങേയറ്റം. ഒരു കുട്ടി ഇത് ആരുടെ കുട്ടിയാണ് ആയിരിക്കുന്നത്? ഒരു കുട്ടിയാണെന്ന് കണ്ടാൽ പോരെ. ഇത് ആരുടെ കുട്ടിയാണെന്ന് നോക്കണം. എന്തിനാണ്? ആ കുട്ടിയാണ്. കുട്ടിക്ക് വേണ്ടത് എന്താണ്? ആര് കൊടുത്താലും കുട്ടി സാറ്റിസ്ഫൈഡ് ആയി. അങ്ങനെയല്ല ഇത് ജീവിക്കുന്നത്. കുട്ടി ഇതെൻ്റേതാണ്, എൻ്റെ കുട്ടിയാണ്. അതുകൊണ്ട് ആരുടെ കുട്ടിയാണ്? കുട്ടിക്ക് അവിടെ മാത്രമേ ബന്ധമുള്ളൂ, മനുഷ്യരുമായിട്ടൊരു ബന്ധമില്ല. കുട്ടി ജനിച്ചാൽ അത് മനുഷ്യക്കുട്ടിയായിട്ട് ജനിക്കണം. ഇതെൻ്റെ കുട്ടിയായിട്ടാണ് ജനിക്കണം. ഞാൻ നൊന്ത് പെറ്റതാടാ, അവകാശം പറഞ്ഞ ഞാൻ നൊന്ത് പെറ്റതാണ്, എൻ്റെ വയറ്റിലുണ്ടായതാണ്. അല്ല, എത്ര മാസം അതൊന്നും വേണ്ടിയിട്ട് കണക്ക് 10 മാസം അതാണ് എൻ്റെ കണക്ക്. അതെ, ഇങ്ങനെ കണക്കൂട്ടിയിട്ടല്ല ഞാൻ ഇത്ര നാൾ അധ്വാനിച്ച സ്ഥലം വാങ്ങിയത് എൻ്റെ സ്ഥലമാണെന്ന് പറയുന്നത്. ഒരു സുപ്രഭാതത്തെ ഭൂമി പിരിഞ്ഞ് വെള്ളപ്പൊക്കം വന്നത് കിടക്കണം, ഒലിച്ചുപോയി, ആളും ഒലിച്ചുപോയി, അല്ലേ? നമ്മൾ എൻ്റേതെന്ന് പറയുന്ന മുഴുവനും നമ്മൾക്ക് കഷ്ടപ്പാടാണ്. ഒന്നും എൻ്റേത് ആക്കണ്ട. ഇപ്പം തന്നെ കോൺഗ്രസ് ജയിച്ചിട്ട് കസേരയ്ക്ക് ഇടിയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തിന്. പക്ഷേ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഒരു അടിസ്ഥാനവും ഇല്ലാത്തതിൻ്റെ ലക്ഷണമാണ്. ആര് വെച്ചാലും തരും, ഏതെങ്കിലും ഒരു MLA മുഖ്യമന്ത്രി ആകാതെ എല്ലാവരും കൂടിയാണ്. മന്ത്രിസഭ എന്ന് പറയുന്നത് എല്ലാവരും കൂടിയാണ്. അതിന് ഒരാളുടെ തലയിലല്ല, ഇത് ഒരാളുടെ തലയിലാണ്. അതുകൊണ്ടാണ് പിടിച്ചു പഠിക്കുന്നത്. അതും അവിടെ അഴിമതിയാണ്. അതുകൊണ്ടാണ് പിടിച്ചു പഠിക്കുന്നത്. അല്ലെങ്കിൽ എന്തിനാ കസേര മോഹിക്കുന്നതിനാണ്? ഒരു സംശയമില്ല കാര്യത്തിൽ. അഴിമതിക്ക് വേണ്ടി മാത്രമാണ് ഈ ബലം പിടിക്കുന്നത്. സത്യസന്ധമായിട്ട് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാവരും കൂടി ചെയ്യുന്നു. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ബലം പിടിച്ച് ആരെങ്കിലും വരുമോ ഇവിടെ? അല്ല, എല്ലാവരും ചെയ്യുന്നു. എല്ലാവരും പങ്കാളിയാണ്. എല്ലാവരും പങ്കാളിത്താണ്. ഞാനിവിടെ ഇരുന്ന് വാചകം അടിക്കുമ്പോൾ ജനിയിരുന്ന് കറി വെക്കുന്നു, അല്ലേ? എല്ലാം നടക്കണ്ടേ? ഇവിടെ വാചകം അടിക്കുന്നതുകൊണ്ടല്ലേ? വാചകം അടിക്കുന്നതുകൊണ്ടാണ് പാചകം ചെയ്യാൻ പറ്റുന്നത്. അതെ അതെ അതെ, വാചകം സമം പാചകം. അല്ലെങ്കിൽ നിങ്ങൾ വരുവാ? ഇല്ല, വരത്തില്ല. ഈ വാചകം ഇതിനെ നമ്മൾ അംഗീകരിക്കണം, അല്ലേ? ഇതിനൊക്കെ ഈ പ്രവൃത്തി കൊണ്ട് നടക്കുന്ന
അനന്തര ഫലമാണ് നിങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇതിന് വേണ്ട ഭാഗം അവിടെ ഉള്ളത് കൊണ്ട് എക്സാക്ട്ലി അവരോട് പാചകം ചെയ്യാനുള്ള സാധനം കിട്ടുന്നു. അപ്പോൾ ഒന്നിനെയും നമ്മൾ തള്ളിക്കളയുന്നില്ല. അവൾ ചെയ്യുന്ന പാചകത്തിനും ഈ പാചകം ഞാൻ അടിക്കണമെങ്കിൽ പാചകം ചെയ്ത് ഭക്ഷണം വരണം എന്നാലേ. അപ്പം അതും ഇതും എല്ലാം ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ആർക്കും ഇവിടെ യാതൊരു കാരണവശാലും സ്ഥാനമില്ലാണ്ട് എല്ലാവർക്കും തുല്യ സ്ഥാനമാണ്. അതാണ് ജീവിതം. അപ്പോൾ നമ്മളിൽ സജീവമാകുമ്പോൾ, നമ്മളിൽ സജീവമായി കഴിയുമ്പോൾ ഞാനെന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ കാണും. ഇത് ഞാനെന്ന് പറഞ്ഞ കഥാപാത്രത്തെ പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ എന്നിലൊന്നും ചെയ്തിട്ടില്ല. ഞാനുണ്ടെന്നുള്ള ധിക്കാരം മാത്രമേ ഉള്ളൂ. അനുഭവമാണ്. ഞാൻ എന്ത് ചെയ്യണം? ഞാനാണ് എന്നിൽ ശരിയായിട്ടുള്ള വ്യവസ്ഥ കൊണ്ടുവരുന്നത്. അപ്പോഴാണ് ശരിക്കും ജീവിതമാണ്. ഞാൻ ആരംഭിക്കുമ്പോൾ എൻ്റേതെന്ന് പറഞ്ഞ സംഭവങ്ങളെല്ലാം മാറാൻ തുടങ്ങും. ഞാൻ ആരംഭിക്കാത്തത് കൊണ്ടാണ് എൻ്റേത്. അപ്പം പൊസസീവ്നെസ് വന്നു, ബാധ വന്നു കഴിഞ്ഞാൽ പിന്നെ സങ്കല്പം വന്നു. ഇതെല്ലാം എൻ്റേതാണ്. എൻ്റേതാകുമ്പോൾ എന്തെല്ലാം എൻ്റേതാണോ അതിനെല്ലാം ഞാൻ കാത്തു സൂക്ഷിക്കും. എൻ്റേതിനെല്ലാം കാത്തു സൂക്ഷിക്കുന്ന ജോലിക്കാരനായിട്ട് മാറും. ഭൂതം മറ്റേ പൊന്ന് കാക്കുന്ന പോലെ ഒരു കാര്യമില്ല. ഭൂതത്തിനൊട്ടൊരു പ്രയോജനമില്ല. കാക്ക കഴിക്കാനൊട്ട് പറ്റത്തില്ല. ഗതികേട് നോക്കുക. ഞാൻ ആക്റ്റീവായി കഴിയുമ്പോൾ എൻ്റേതെന്ന് പറഞ്ഞ സംഭവങ്ങളെല്ലാം തരും. എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെയാണ്, എല്ലാം ഇവിടെ ഉള്ളതാണ്. ഭക്ഷണമുണ്ട്, കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളാണ്. എൻ്റെ സൗന്ദര്യം മറ്റൊരാൾ നോക്കിയിട്ട് പറയാൻ തുടങ്ങുമ്പോൾ എൻ്റെ കഷ്ടകാലം തുടങ്ങിയില്ല. എൻ്റെ സൗന്ദര്യം ഞാനറിയണം. കണ്ണാടി നോക്കിയിട്ടല്ല, അനുഭവത്തിൽ അറിയണം എൻ്റെ സൗന്ദര്യം. എൻ്റെ സൗന്ദര്യമാണ്. പക്ഷെ എൻ്റെ സൗന്ദര്യം ഞാൻ അറിഞ്ഞിട്ട് മറ്റുള്ളവർ അറിഞ്ഞാലാണ് മറ്റുള്ളവർക്ക് പണി ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പം എൻ്റെ സൗന്ദര്യം നിങ്ങൾ കണ്ട് എന്നിട്ട് നിങ്ങൾക്കും ഗുണകരമായി. എൻ്റെ സൗന്ദര്യം എന്താണ്? എൻ്റെ അനുഭവം ആണ് എൻ്റെ സൗന്ദര്യം. അപ്പോഴാണ് നിങ്ങൾ വന്നത്. എങ്ങനെ വന്ന് നിങ്ങൾക്കിവിടെ ഞാനായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതെ, അല്ലെങ്കിൽ എൻ്റെ ഗുണം നിങ്ങളുടെയും ഗുണമായി. ഋതിക് റോഷന്റെ ഗുണം കൊണ്ട് നമുക്ക് ഗുണമില്ല. ഐശ്വര്യയുടെ സൗന്ദര്യം കൊണ്ട് മറ്റൊരാൾക്ക് ഗുണം. ഞാൻ പറഞ്ഞത് സാറിന്റെ വീട് പെയിന്റ് അടിച്ച് കണ്ടാലും അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാർക്ക് പെയിന്റ് അടിക്കാൻ തോന്നുള്ളൂ. അങ്ങനെ അവർ പെയിന്റ് അടിച്ചാലേ പെയിന്റ് അടിക്കാർക്ക് ഗുണം ഉണ്ടാവുള്ളൂ. അതെ, ആ പെയിന്റ് അടിത്തം കൊണ്ട് വ്യക്തിയുടെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല. അതുപോലെ തന്നെ ബ്യൂട്ടീഷ്യൻ. അതെ, അപ്പൊ അവിടെ ജീവിക്കുന്ന ഭാഗമില്ല. താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം മാത്രമേ ഉള്ളൂ, ഒരു ടെമ്പററി മോട്ടിവേഷൻ. അതിൽ സമാധാനിക്കേണ്ട ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ നിത്യമായിട്ടുള്ള പ്രവർത്തനമുണ്ട്. ആ നിത്യമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ തുടർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുന്നതാണ് ഞാൻ. നിരന്തരമായിട്ടുള്ള പ്രവർത്തനം. നമ്മളെന്ന് പറഞ്ഞാൽ നൈമിഷികമായിട്ടുള്ള പ്രവർത്തനം, വരികയും പോവുകയും ചെയ്യുന്ന കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണ് നമ്മൾ. ഞാനെന്ന് പറഞ്ഞാൽ നിത്യമായിട്ടുള്ള പ്രവർത്തനമാണ്. ഈ സംസാരം നിർത്താം, അത് നമ്മളുടെ ഭാഗമാണ്. പക്ഷെ നിർത്തിയാലും, ഈ സംസാരം നിർത്തിയാലും നിർത്താതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം കൈകാര്യം ചെയ്യുന്നതാണ് ഞാൻ. അപ്പം ഞാൻ നിത്യതയുടെ സ്വഭാവമുണ്ട്. അതുകൊണ്ട് ഡിസപ്പോയിൻറ്റ്മെൻ്റ് ഇല്ല, ആശങ്കയില്ല, പ്രതികൂല സാഹചര്യവുമില്ല. നിരന്തരം പ്രവർത്തിക്കുക, വളരെ സാവകാശം. ആരെയും നമ്മൾ പറ്റിക്കുന്നില്ല, ആരുടെ കയ്യിൽ നിന്നൊന്നും അടിച്ചു മാറ്റുന്നില്ല. ബലം പിടിക്കണ്ട, ഒന്നും ബലം പിടിക്കണ്ട. ഞാനാരാണ്? ഞാനെന്നാ എല്ലാം. ഞാനെന്താണ്? ഞാനൊന്നുമല്ല. എന്നാൽ ഞാനെല്ലാം. എന്തെല്ലാം ആകണോ അതെല്ലാം ആകാം, അല്ല സന്ദർഭത്തിനനുസരിച്ച്. അത് കഴിയുമ്പോൾ തീർന്നു. നമ്മളുടെ ഭാഗത്ത് എന്തെല്ലാം ആകാവോ അതെല്ലാം ആകണം. അത് കഴിഞ്ഞ് എപ്പോഴും ഭാര്യയായിട്ടും ഭർത്താവായിട്ടും ഇരിക്കേണ്ട ആവശ്യമുണ്ട്? ഇല്ല. ഭാര്യ ആകേണ്ട സമയത്ത് ഭാര്യയാകുക, ഭർത്താവാകേണ്ട സമയത്ത് ഭർത്താവുക, കാമുകനാകേണ്ട സമയത്ത് കാമുകനാകുക, കാമുകിയാകേണ്ട സമയത്ത് കാമുകിയാകുക. അപ്പോൾ എന്തൊക്കെ ആകാമോ ആകണം. അതായിട്ട് അത് കഴിയുമ്പോൾ അതല്ലാണ്ടാണ്. അല്ല, ബസ്സിൽ കയറുമ്പോൾ ഒരു യാത്രക്കാരനാണ്, ഡ്രൈവർ സീറ്റിൽ കയറിയിരിക്കുമ്പോൾ ഡ്രൈവറാകണം. അങ്ങനെ വേഷം എടുക്കാത്തൊരു ഭാഗമുണ്ട്. ഞാനൊരു വേഷം എടുക്കുന്നില്ല. നമ്മുടെ ഭാഗത്താണ് ഈ വേഷമെല്ലാം എടുക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി എന്താണ് പൊതുജനങ്ങളോട് നിങ്ങൾക്ക് പറയാനുള്ളത്?
ഒന്നും പറയല്ല. ഒന്നും പറയാനില്ല. അപ്പോൾ ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പുള്ളിയോട് ചോദിച്ചാൽ മതി. പുള്ളി എല്ലാത്തിനും പെയിൻ്റ് അടിച്ച് തരും. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? മൂന്നുമുടി. ആ, ഇവിടെ നിന്ന് 10 കിലോമീറ്റർ അല്ലേ? 10 കിലോമീറ്റർ. ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളുകളായി. എന്താ സ്ഥലം? മൂന്നുമുടി. ആ, കോടാലി. ആ, പരശുരാമന് കോടാലി കൊടുത്തത് ഞങ്ങളാണ്. ആ സൈഡിൽ ഇവിടെ മൂന്നുമുറി, ആ കോടാലി ഭാഗത്ത് കണ്ടാണ് നമ്മളുടെ ഇവിടെ ഒരു ക്ലബ് ഹൗസിൽ സംസാരിക്കുന്ന ഒരു മെറ്റൽ ജി എന്നുള്ള അപരനാമത്തിലാണ് വരണത്. ഈ കോടാലി ഭാഗത്ത് എവിടെയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങളെ സ്കെച്ച് പുള്ളി കാരണം ഇന്നേ ഒരു പുള്ളി എവിടെയാണ് സ്ഥലം കോടാലി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പുള്ളിയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. പുള്ളിയുടെ ശബ്ദം എനിക്ക് കേട്ടാൽ അറിയാം. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഞങ്ങൾ കോടാലി വന്ന് പുള്ളിയെ പിടിക്കും ഞങ്ങൾ, അല്ലേ, മെറ്റൽ ജിയെ. ഓക്കെ.